ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് ആയിട്ടുള്ള IT കുറച്ച് വകുപ്പുകളാണ്. നമ്മളുടെ സിലബസിലുള്ളതാണ് IT ആക്ടിലെ വിവിധ വകുപ്പുകൾ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ അതിലെ അത്യാവശ്യം, അതായത് PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വെച്ചിട്ടുള്ള സെക്ഷൻസുകളും കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 65. സെക്ഷൻ 65 എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിലെ രേഖകൾ, സോഴ്സ് കോഡ്, കമ്പ്യൂട്ടർ പ്രോഗ്രാം, നെറ്റ്വർക്കുകൾ നശിപ്പിക്കുകയോ അതിനെ മാറ്റം വരുത്തുന്നതിനെതിരെയുള്ള നിയമം ഉൾക്കൊള്ളുന്നതാണ് സെക്ഷൻ 65. അപ്പോൾ കമ്പ്യൂട്ടറിലെ രേഖകൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ നെറ്റ്വർക്കുകൾ നശിപ്പിക്കുകയോ അങ്ങനെ ചെയ്യുന്നതിനെതിരായിട്ടുള്ള നിയമമാണ് സെക്ഷൻ 65 പറയുന്നത്. നിങ്ങൾക്ക് ചോദ്യം ഇങ്ങനെ ആയിരിക്കും വരാൻ സാധ്യത, കമ്പ്യൂട്ടറിലെ രേഖകൾ നശിപ്പിക്കുന്നതിനെതിരെയുള്ള സെക്ഷൻ ഏതാണ്, അല്ലെങ്കിൽ സെക്ഷൻ 65 എന്താണ്, അങ്ങനെ ആയിരിക്കും ചോദ്യം വരാൻ സാധ്യത. ഇനി സെക്ഷൻ 66, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 66 വരുന്നത്. ഹാക്കിംഗ് നടത്തുന്നതിനെതിരെയുള്ള നിയമമാണ് സെക്ഷൻ 66. ഇത് പ്രീവിയസ് ഇയർ ചോദ്യം കൂടിയാണ്. ഹാക്കിംഗ് നടത്തുന്നതിനെതിരെയുള്ള നിയമം ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 66 ആണ്. പിന്നെ PSC സ്ഥിരമായി ചോദിച്ച ഒരു ചോദ്യമായിരുന്നു സെക്ഷൻ 66A. ഈ സെക്ഷൻ 66Aക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് സുപ്രീം കോടതി IT ആക്ടിൽ നിന്നും ഒഴിവാക്കിയ നിയമമാണ്. IT ആക്ടിൽ നിന്ന് ഒഴിവാക്കിയ നിയമം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സെക്ഷൻ 66A ആണ്. എന്നാൽ 66Aയിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിന്ദ്യമായ മെസ്സേജുകൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ മറ്റുള്ളവർക്ക് അയക്കുന്നതിനെതിരെയുള്ള നിയമമാണ് ഈ നിയമം എന്ന് പറയുന്നത്. സെക്ഷൻ 66A എന്ന് പറയുന്നത് നിന്ദ്യമായ മെസ്സേജുകൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ മറ്റുള്ളവർക്ക് അയക്കുന്നതിനെതിരെയുള്ള നിയമമാണ് സെക്ഷൻ 66A. ഈയിടെ ഇത് സുപ്രീം കോടതി IT ആക്ടിൽ നിന്നും ഒഴിവാക്കിയതാണ്. അതുകൊണ്ടാണ് ഇതിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് വന്നുകൊണ്ടിരുന്നത്. ഇതായിരിക്കും ഒന്നാമത്തെ ചോദ്യം. ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് ചോദ്യങ്ങളാണ്, ഒന്ന് സെക്ഷൻ 66ഉം ഒന്ന് സെക്ഷൻ 66Aയും. ഇനി അടുത്തതാണ് സെക്ഷൻ 66B എന്ന് പറയുന്നത്. മോഷ്ടിക്കപ്പെട്ട കമ്പ്യൂട്ടറുകൾ മറ്റു കമ്മ്യൂണിക്കേഷൻ സ്വീകരിക്കുന്നതും ഉപയോഗിക്കുന്നതും തടയുന്നതിനെതിരെയുള്ള സെക്ഷനാണ് സെക്ഷൻ 66B എന്ന് പറയുന്നത്. മോഷ്ടിക്കപ്പെട്ട കമ്പ്യൂട്ടറുകളോ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളോ ഇവ സ്വീകരിക്കുന്നതും ഉപയോഗിക്കുന്നതും തടയുന്നതിനുള്ള സെക്ഷനാണ് സെക്ഷൻ 66B എന്ന് പറയുന്നത്. അടുത്തതാണ് സെക്ഷൻ 66C. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന സൈബർ ക്രൈം തടയാൻ വേണ്ടിയിട്ടാണ് സെക്ഷൻ 66C ഉപയോഗിക്കുന്നത്. സെക്ഷൻ 66Cയുടെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന സൈബർ ക്രൈം തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് സെക്ഷൻ 66D. കമ്പ്യൂട്ടർ റിസോഴ്സസ് ഉപയോഗിച്ചുള്ള ആൾമാറാട്ടം തടയാനുള്ള സെക്ഷനാണ് സെക്ഷൻ 66D എന്ന് പറയുന്നത്. അടുത്തതാണ് PSC ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ് സെക്ഷൻ 66F. സൈബർ ടെററിസം തടയുന്നതിനുള്ളത്. സൈബർ ടെററിസം തടയുന്നതിനുള്ള സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 66F ആണ്. അടുത്തതാണ് സെക്ഷൻ 67. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അശ്ലീല ചിത്രങ്ങളും മറ്റും ഉണ്ടാക്കുന്നതിനെതിരെയുള്ള നിയമമാണ് സെക്ഷൻ 67 എന്ന് പറയുന്നത്. സെക്ഷൻ 67 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അശ്ലീല ചിത്രങ്ങളും മറ്റും ഉണ്ടാക്കുന്നതിനെതിരെയുള്ള നിയമമാണ് സെക്ഷൻ 67 എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 67B, അതിലുണ്ട് സെക്ഷൻ 66 കണ്ട പോലെ തന്നെ സെക്ഷൻ 66B എന്ന് പറയുന്നതും. അതിൽ പറയുന്നത് കമ്പ്യൂട്ടറോ മറ്റു ഉപകരണങ്ങളോ ഉപയോഗിച്ച് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഉണ്ടാക്കുന്നതിനെതിരെയുള്ള നിയമമാണ് സെക്ഷൻ 67Bയിൽ വരുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പക്ഷെ PSC ഒരു തവണ എന്നെ ചോദിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. കമ്പ്യൂട്ടറോ മറ്റു ഉപകരണങ്ങളോ ഉപയോഗിച്ച് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഉണ്ടാക്കുന്നതിനെതിരെയുള്ള നിയമമാണ് സെക്ഷൻ 67B എന്ന് പറയുന്നത്. അടുത്തതാണ് സെക്ഷൻ 69A. പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ തടയുന്നതിനെതിരെയുള്ള സെക്ഷനാണ് സെക്ഷൻ 69A എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പ്രിലിംസിന് പോകുന്ന ഒരാൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടത്. ഇത് മാത്രമല്ല വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഈ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് എടുത്തു തന്നത്. ഇതുപോലെ തന്നെ ഇനി നമുക്ക് നോക്കാനുള്ളതാണ്
സ്പേം വയറുകൾ, അതേപോലെ തന്നെ സൈബർ പോണോഗ്രഫി, അതുപോലെ ഔട്ട്പുട്ട് ഇൻപുട്ട് ഉപകരണങ്ങൾ, ഇതൊക്കെ നമുക്ക് വൈകാതെ തന്നെ നമ്മളെ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിലെ ബാക്കി സെക്ഷനുകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കില്ല. ഒരു 2 ദിവസത്തിനുള്ളിൽ മുഴുവൻ സെക്ഷനും നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.